ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ റമദാൻ്റെ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റമദാനൊക്കെ അടുത്ത് തുടങ്ങി, എല്ലാവരും ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങളിന്ന് റമദാൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് കിച്ചൺ ഐറ്റംസും കാര്യങ്ങളും ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ലുലുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളിൽ കയറി ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലുലുവിലേക്കാണ് നമ്മളെപ്പോഴും പർച്ചേസിങ്ങിനായിട്ട് വരാറുള്ളത്. അപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ബുധനാഴ്ചകളിൽ ഓഫേഴ്സൊക്കെ മാറാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓഫേഴ്സ് മാറിയതിന് ശേഷമാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇങ്ങനെ പാത്രങ്ങളൊക്കെയാണ് നോക്കുന്നത്. നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. റമദാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണല്ലോ, നല്ല മോഡൽ പാത്രങ്ങളൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും വാങ്ങിക്കാനില്ല, പക്ഷെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് എല്ലാം കാണിക്കുമ്പോൾ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ ഇതാ ഓരോന്നൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഗോൾഡൻ കളറിൽ വരുന്ന കളക്ഷൻസാണ്. അപ്പോൾ നമുക്ക് റമദാനിൽ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇതാ ജസ്റ്റ് ഒരു ഷോ പീസായിട്ട് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണ്. ഇത് ഒരുപാട് ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ മേ ബി ഉണ്ടാവും തോന്നുന്നില്ല. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ വലിയൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു ബോക്സാണ് കേട്ടോ. അതിപ്പോൾ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമ്മളെ വീട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കാം കേട്ടോ. എല്ലാ ഐറ്റംസും ഒന്നെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ വൈറ്റ് ആ ഒരു തീമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ട്രേ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് യൂസ് ആക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത് അവിടെ തന്നെ വെച്ച് ഞാൻ സാധാ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. റംസാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രോസറി ഐറ്റംസ് ഒക്കെയാണ് നോക്കാനുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ എടുക്കുന്നതിൻ്റെ ആ ഒരു സൈഡിൽ ജസ്റ്റ് റംസാൻ സൂക്കൊന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പാത്രങ്ങളും പ്ലേറ്റ്സും മറ്റേ ഫ്ലാസ്കും അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ ഓഫറിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് പോയി നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഒരു ഓവൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഓവനും ഇതുപോലെ എന്താ പറയുക ഓഫറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാനായിട്ടാണ് ഈ ഒരു ഏരിയയ്ക്ക് വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ജഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സൗദികളുമൊക്കെ റംസാനൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് പർച്ചേസ് ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഇങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ കൂടുതലും കാണുന്നത്. ഇതൊക്കെ ഓഫറിൽ ഇട്ടാലും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അതിനൊക്കെ. അപ്പോൾ നമ്മളിതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഭംഗി കണ്ടപ്പോൾ നോക്കിയതാണ്. ഇതൊക്കെ അങ്ങനെ ഒരു ഗോൾഡ് കളറിൽ വന്നിട്ട് അതുകൊണ്ടായിരിക്കും അത്രക്കും ഭംഗി നമുക്ക് ഫീൽ ചെയ്യണത്. പിന്നെ നമ്മൾ ഫിഷ് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2-3 ഐറ്റം ഫിഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ ചീസും ഒലിവ്സും അങ്ങനെയൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചീസും ഒലിവ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ റംസാനൊക്കെ ആകുമ്പോൾ ഇനി ഇവരുടെ ഡ്യൂട്ടി ടൈമൊക്കെ ഷിഫ്റ്റ് ആകും. അപ്പോൾ നമുക്ക് അങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ പോകാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര അധികം സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഈ ഒരു തുടക്കത്തിൽ തന്നെ. പിന്നെ നമുക്ക് ഓയിലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരുവിധ ഐറ്റംസിനൊക്കെ ഓഫർ തന്നെയാണ്. നമ്മൾ ഒലീവ് ഓയിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കുന്നത്. എമിക്കുട്ടി ചിപ്സൊക്കെ തിന്നങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു. പിന്നെ ഇതാ നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ ഈ ഒരു ഏരിയയ്ക്ക് വന്നിട്ടുള്ളത്. നട്ട്സ് അതുപോലെ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ നമ്മളിത് അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഇപ്പോൾ നേരെ പോയിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ ഫ്രൂട്ട്സിനും ഒരുവിധം സാധനത്തിനൊക്കെ ഓഫറാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ഒരുപാട് ഇരിക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. വെജിറ്റബിൾസിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസൊന്നും അങ്ങനെ ഓഫേഴ്സ് ഇല്ല. ഫ്രൂട്ട്സിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം എല്ലാം കാലിയായിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ 1-2 ഐറ്റംസൊക്കെ ഞാനും വാങ്ങി. പിന്നെ ഇവിടെ ഇപ്പോൾ സവോളൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നല്ല വൃത്തിയുള്ള സവോളയാണ്. അപ്പോൾ എന്തായാലും റംസാനൊക്കെ ആകുമ്പോൾ അതൊക്കെ മസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് റേറ്റ് നോക്കിയില്ല, അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കുറേശ്ശെയാണ് എടുത്തിട്ടുള്ളത്. കാരണം വെജിറ്റബിൾസ് ഒന്നും അധികം ദിവസം ഇരിക്കില്ല.
അപ്പോൾ വെജിറ്റബിൾസൊക്കെ പിന്നെ കഴിയുന്നതിനനുസരിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യമുള്ളത് മാത്രം കുറേശ്ശായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ല റേറ്റാണ്. നമ്മൾ കുറച്ച് സാധനം എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടാകും. പിന്നെ ജ്യൂസ് അടിക്കാൻ കുറച്ച് 1-2 ഐറ്റംസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഫിഷ്, മീറ്റ്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ ഇതൊക്കെ റമദാനായാലും നമ്മൾ പിന്നെയും ഇടയിൽ വാങ്ങേണ്ടി വരും. കാരണം ഇതൊന്നും നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ദിവസം ഇരിക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ കുറേശ്ശേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഓറഞ്ചിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഓഫറുള്ള ഓറഞ്ചൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സിൻ്റെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. പിന്നെ റംസാനൊക്കെ ആകുമ്പോൾ എമിമോൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിമക്കാണ് തിരിഞ്ഞിട്ടുള്ളത്. എമിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടുള്ള നൂഡിൽസിൻ്റെ ഫ്ലേവറൊക്കെ ഓൺ എടുത്തിട്ടാണ്. പിന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ റംസാൻ മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വാങ്ങാനിപ്പോൾ ലുലുവിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ എമിമോന് 7 ഡേയ്സ് കാര്യങ്ങൾ, കേക്ക്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആൾക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ നോമ്പും കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. നമ്മൾ നീക്കേണ്ട സമയം കാര്യങ്ങളൊക്കെ മാറുമല്ലോ. അപ്പോൾ സ്നാക്സ് ഐറ്റംസൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തോടെ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് 2-3 ഐറ്റംസ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ചായപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാലും തൈരും അങ്ങനെയൊക്കെ ഉള്ളതാണ് വാങ്ങാനുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ പോയി അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ദിവസത്തെ ഡേറ്റിനെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിനി ഫ്രോസൺ ഐറ്റംസൊക്കെയാണ് വാങ്ങാനുള്ളത്. ചിക്കന് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ അതാ എമിമോന് നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനാണ് എടുക്കുന്നത്. ചിക്കന് വലിയൊരു ഓഫറൊന്നുമില്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള കുറച്ച് പീസ് ചിക്കനും അതുപോലെ നഗറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വാങ്ങിക്കാനുള്ള ഐറ്റംസ് നമ്മളിങ്ങനെ നോക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇനി എമിമോൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഏരിയക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് അവിടുന്ന് 1-2 ഐറ്റംസ് വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫിഷ് കൂടി അവിടുന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മളെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമിമോൻ ഇവിടെ ഈ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഫിഷൊക്കെ വാങ്ങി ഇനി നേരെ ക്യൂവിൽ നിൽക്കുക. ഭയങ്കര ക്യൂ ആയിരുന്നു ബില്ലടിക്കാനായിട്ട്. അപ്പോൾ ക്യൂ കുറവുള്ള ഏരിയ നമ്മളിങ്ങനെ തപ്പി പിടിച്ച് ഏതായാലും അതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ടൈം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു. 12 മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ്. വ്യാഴാഴ്ച ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭയങ്കര റഷാണ്. റോഡും എല്ലാം ഭയങ്കര തിരക്കാണ്. അങ്ങനെ പിന്നെ ഒരുപാട് ടൈം നമ്മൾ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇതാ നമ്മൾ ബില്ലടിക്കാനായിട്ട് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി ബില്ലൊക്കെ അടിക്കണം. അതിൻ്റെ ഇടയിൽ എമിമോൻ ഇങ്ങനെ ഓരോരോ കുരുത്തക്കേടും കാണിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ബില്ലടിച്ച് വണ്ടിയിൽ വെച്ച് നമ്മൾ റൂമൊക്കെ എത്തുമ്പോഴത്തേനും ഒരുപാട് ടൈമാകും. ഞങ്ങളങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ പോന്നു. ഇനി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മളിതാ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴും അത്യാവശ്യം തിരക്ക് തന്നെയാണ് ഇവിടെ. അങ്ങനെ മിക്കവാറും ഈ ഒരു ബ്രാഞ്ചിൽ നമ്മൾ വരേണ്ട സമയത്ത് അങ്ങനെ തിരക്കുണ്ടാവാറില്ല. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ബ്രാഞ്ചിലേക്കാണ് കേട്ടോ, ഈ ഒരു ബ്രാഞ്ചിലേക്കാണ് വരാറുള്ളത്. കാരണം എപ്പോഴും ഇവിടെ തിരക്കുണ്ടാവാറില്ല. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതാ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ നമ്മളുടെ റംസാൻ പർച്ചേസിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.